DSO ഡോപ്പ സയൻസ് ഒളിമ്പ്യാഡ് നിങ്ങൾ കുറച്ച് ദിവസമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ടേം ആയിരിക്കും. എന്താണ് ഡോപ്പ സയൻസ് ഒളിമ്പ്യാഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. 7ാം ക്ലാസ് മുതൽ 12th വരെയുള്ള സ്റ്റുഡൻസിന് സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്ട്സിൽ ഒരു വെൽ ഓറിയൻറ്റേഷൻ ഉണ്ടാവുക എന്നുള്ളതാണ് ഡോപ്പ സയൻസ് ഒളിമ്പ്യാഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മൾ 2 ഫേസ് ആയിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നത്. ഫേസ് 1 കേരളത്തിൽ എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റിയ രൂപത്തിൽ ഓൺലൈൻ ആയിട്ടുള്ള ഒരു എക്സാമാണ്. ഇതിൽ നിന്ന് സ്ക്രീൻ ചെയ്തെടുക്കുന്ന 7ാം ക്ലാസ് മുതൽ 12th വരെ സ്ക്രീൻ ചെയ്തെടുക്കുന്ന ഓരോ ബാച്ചിലും 250 സ്റ്റുഡൻസിന് നമ്മൾ ഓഫ്ലൈൻ ആയിട്ട് ഒരു ഇവൻറ്റ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതാണ് നമ്മൾ ഫേസ് 2 ഇവൻറ്റ്, ഫേസ് 2 എക്സാം. ഈ ഫേസ് 2 എക്സാം കുറച്ചുകൂടി ഒളിമ്പ്യാഡ് രൂപത്തിൽ കുറച്ചുകൂടി ടഫർ ആയിട്ടുള്ള എക്സാംസ് ആയിരിക്കും. നിങ്ങൾക്ക് ഓരോ ബാച്ചിന് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള ട്രെയിൻ ചെയ്ത് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലൊരു സയൻസ് ഒളിമ്പ്യാഡാണ് ഡോപ്പ ഉദ്ദേശിക്കുന്നത്. ആ ഒരു എക്സാമിനേക്കാളും കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് അന്ന് നടക്കുന്ന എജു എക്സ്പോ ആണ്. ആ വരുന്ന എല്ലാ സ്റ്റുഡൻസിനും ഡോപ്പയുടെ പാർട്ടുന്ന ഒരു ഗിഫ്റ്റ് എന്ന രൂപേണ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ അല്ലെങ്കിൽ വേൾഡിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നമുക്ക് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. നമുക്കറിയാം ഒരുവിധം കരിയർ എക്സ്പോസിലൊക്കെ നമ്മൾ കാണാറുള്ളത് ഓരോ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിൻ്റെ ആഡുകളാണ്, അഡ്വർടൈസ്മെൻറ്റുകളാണ്. അങ്ങനെ അല്ലാത്ത രൂപത്തിൽ കാലിക്കറ്റ് മെഡിക്കൽ കോളേജ്, IIT, NIT, ജിപ്മർ, എയിംസ് മുതലുള്ള എല്ലാ പ്രസ്റ്റീജിയസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയും സ്റ്റോളുകൾ നമുക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് മോർ ദാൻ ദിസ് ഒളിമ്പ്യാഡ് വിന്നിങ്ങിനെക്കാളും ആ ഒളിമ്പ്യാഡിൻ്റെ ഫസ്റ്റ് ഫേസ് കഴിഞ്ഞ് സെലക്ട് ചെയ്യുന്ന കുട്ടികൾക്കും പാരൻസിനും 7th, 8th, 9th അല്ലെങ്കിൽ +1, +2 മുതൽ തന്നെ ഈ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കും IIM, ബിസിനസ് ഏത് മേഖലയിലേക്ക് പോകുന്ന കുട്ടികൾക്കും അവരെത്തിപ്പെടേണ്ട മേഖലയെ കുറിച്ചുള്ള ഒരു വ്യക്തമായ ധാരണ, നിങ്ങൾ ഗവൺമെൻറ്റിൽ തന്നെ പഠിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ ഈ സമയത്ത് ചെയ്യേണ്ടത് എന്ന് വ്യക്തമായി അറിയിച്ചു തരുന്ന ഒരു ഓറിയൻറ്റേഷൻ ഒരു എജു എക്സ്പോ ആയിരിക്കും അന്ന് നടക്കുന്നത്. ഡോപ്പ എജു കരിയർ എക്സ്പോ എന്നാണ് അതിനെ വിളിക്കുന്നത്. അപ്പം ഇറ്റ്സ് വൺ ഓഫ് ഇറ്റ്സ് ഫസ്റ്റ് കൈൻഡ് ഇൻ കേരളത്തിൽ ഇങ്ങനെ നടക്കുന്ന ആദ്യത്തെ ഇവൻ്റാണ് ഈ ഒരു എജു കരിയർ എക്സ്പോ. അപ്പോൾ എലോങ് വിത്ത് ഒളിമ്പ്യാഡ് എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, ഒളിമ്പ്യാഡിൽ വിൻ ചെയ്യുക. ഒളിമ്പ്യാഡിൽ അടിപൊളി ഗിഫ്റ്റ്, പ്രൈസസ് ആൻഡ് സ്കോളർഷിപ്പ് ഉണ്ട്. ആൻഡ് മോർ ദാൻ ദാറ്റ് നിങ്ങൾ ലക്ഷ്യം വെക്കേണ്ടത് ഈ ഒരു എജു കരിയർ എക്സ്പോനാണ്. ഇത് അറ്റൻഡ് ചെയ്യാനുള്ള ചാൻസസ് നിങ്ങൾക്ക് കിട്ടുകയാണ് അതിലൂടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ ഒളിമ്പ്യാഡിന് രജിസ്റ്റർ ചെയ്യുക. നവംബറിലെ ഡിഫറെൻറ്റ് ഡേറ്റ്സിലാണ് ഈ ഒളിമ്പ്യാഡ് നടക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഈ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലിങ്ക് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ആ ലിങ്കിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒളിമ്പ്യാഡിന് രജിസ്റ്റർ ചെയ്യാം. അതിൻ്റെ ഫർദർ ഓരോ ബാച്ചിന് എന്ന് എക്സാം നടക്കുന്നുള്ള ഡീറ്റെയിൽസ് ഉണ്ടാവും. ബാക്കി നിങ്ങൾക്ക് SMS ആയിട്ടും വാട്സാപ്പിലൂടെയും ബാക്കി ഇൻഫർമേഷൻസ് ഡോപ്പയിൽ നിന്ന് നിങ്ങൾക്ക് വരുന്നതാണ് ആഫ്റ്റർ രജിസ്ട്രേഷൻ. സോ എല്ലാവരും അടിപൊളിയായിട്ട് ഇപ്പോൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സയൻസ് സബ്ജക്റ്റുകൾ ഉഷാറായിട്ട് പ്രിപ്പയർ ചെയ്യുക. അത് പ്രിപ്പയർ ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് ഡോപ്പ സയൻസ് ഒളിമ്പ്യാഡ് വിൻ ചെയ്യാൻ അതിന് സ്കോളർഷിപ്പ് കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ആൻഡ് മോർ ദാൻ ദാറ്റ് നമ്മളെ എജു കരിയർ എക്സ്പോ അടിപൊളിയായിരിക്കും. നിങ്ങൾക്കുള്ള എല്ലാ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കൺഫ്യൂഷൻസും നിങ്ങൾ പോകാനുള്ള പോസിബിലിറ്റീസും എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഇവൻ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും സ്റ്റേ ട്യൂൺഡ്. നമ്മൾ ഫർദർ അപ്ഡേറ്റ്സ് അതിൽ നിങ്ങളെ അറിയിക്കുന്നതാണ്. താങ്ക് യു.